അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വീണ്ടും നമ്മളൊരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ്. ഇൽമിൻ്റെ സ്വർഗ്ഗത്തോപ്പിലേക്ക് നാഫിയ ഇൽമുകൾ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇൽമിൻ്റെ സ്വർഗ്ഗത്തോപ്പ്. എല്ലാവർക്കും അറിയാം. നമ്മൾ വിഷയവുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് വന്നിരുന്നു. അൽഹംദുലില്ലാഹ് അതെല്ലാവരും ഏറ്റെടുക്കുകയും അതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബന്ധപ്പെട്ട ആളുകളെ നമ്മൾ വിളിച്ചതിനെ നല്ല രീതിയിൽ അനുകൂലിച്ച് മാഷാ അല്ലാഹ് അഭിപ്രായം പറയുകയും ചെയ്തു. അത് തന്നെ വലിയൊരു ഇബാദത്താണ്. കാരണം നന്മയെ ചേർത്ത് പിടിക്കുക, നന്മയെ ചേർത്ത് അതിനോട് അനുകൂലമായ ഒരു അഭിപ്രായം പറയുക എന്നുള്ളത് തന്നെ വലിയൊരു നന്മ തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് വീണ്ടും നമ്മളൊരു വിഷയമായി വന്നിരിക്കുകയാണ്. സലാമുമായി ബന്ധപ്പെട്ടിട്ട്, സലാം അഭിവാദ്യം, അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് ബാദുഷാ റബ്ബാനി തന്നെ നമ്മൾ കൂടെയുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വിഷയത്തിൻ്റെ കാര്യങ്ങളിലേക്ക് എത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഈ സലാമിൻ്റെ ശരിക്കും അർത്ഥം എന്താണ്? സലാം എന്ന് പറഞ്ഞാൽ രക്ഷ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ സലാം എപ്പോഴും നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് തന്നെയാണ് നമ്മളെപ്പോഴും നമ്മൾ സലാം പറയുമ്പോൾ പറയേണ്ടത്. അതാണ് അതിൻ്റെ പരിപൂർണത. നബിതങ്ങളോട് ഒരു സഹാബി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, 10 നന്മ നിങ്ങൾക്ക് ലഭിച്ചു. പിന്നെ രണ്ടാമത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ 20 നന്മ ലഭിച്ചു എന്ന് പറഞ്ഞു. മൂന്നാമതായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ 30 നന്മ ലഭിച്ചു എന്ന് വിധങ്ങൾ പറയുന്നതായിട്ട് ഹദീസിന്റെ ആശയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സലാമിന്റെ പരിപൂർണത, നമ്മൾ ആരെ കണ്ടാലും നമ്മൾ സാധാരണ സലാം പറയാറുണ്ട്, പക്ഷെ അതിന്റെ പരിപൂർണതയോട് നമ്മൾ സലാം പറയാൻ വേണ്ടി ശ്രമിക്കണം. അതോടൊപ്പം ആരെ കണ്ടാലും നമ്മൾ സലാം പറയുന്ന ഒരു സ്വഭാവം, ഒരു ശൈലി എന്താണ്, സലാം നമ്മൾ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. സലാമിനെ അഫ്ശു സലാമു ബൈനക്കും എന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് സലാമിനെ നിങ്ങൾ അധികരിപ്പിക്കുക, പ്രചരിപ്പിക്കുക. അഫ്ശു സലാമു ബൈനക്കും എന്തിനു വേണ്ടിയാണ്? കൈ താലു, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ച നൽകുമെന്നുള്ളതാണ്. നിങ്ങൾ സലാം പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു കുറവും സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഹദീസിന്റെ ആശയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആരെ കണ്ടാലും നമ്മൾ സലാം പ്രചരിപ്പിക്കുക, അതിന്റെ പരിപൂർണതയിലൂടെ നമ്മൾ എപ്പോഴും നമ്മൾ സലാം പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചില ആളുകൾ നമ്മുടെ അടുത്ത് സലാം അടക്കുന്നതിന് വേണ്ടി വിമുഖത കാണിക്കുകയും മടി കാണിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പം അത്തരം കാര്യങ്ങളിൽ എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് തീരുമാനം? അതായത് ഇക്കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ പറഞ്ഞല്ലോ, സലാം പറയും, നമ്മൾ ആളുകൾ സലാം പറയും, പക്ഷെ അത് ആളുകളെ കണ്ടായിരിക്കും നമ്മൾ സാധാരണ സലാം പറയുക എന്നുള്ളത്. അതിനെ മറികടന്നുകൊണ്ട് ആരെ കണ്ടാലും നമ്മൾ സലാം പ്രചരിപ്പിക്കുക. ആരെ കണ്ട ആ സാധാരണ രീതിയിൽ നിന്ന് മാറി നമ്മൾ ആരെ കണ്ടാലും അസ്സലാമു അലൈക്കും നിങ്ങൾ വില. അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന്റെ രക്ഷ, അള്ളാഹുവിന്റെ കാരണം നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പൊ മടക്കിയില്ല എങ്കിലും അതിന് നമുക്ക് യാതൊരു പ്രശ്നവും വരാനില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുകൂലമായിട്ട് ചെയ്യുമെന്നുള്ളതാണ്. മലക്കുകൾ സലാം അടക്കും അല്ലെ? ഇദ്ദേഹം സലാം അടക്കിയില്ലെങ്കിലും മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സലാം അടക്കും. കാരണം ഒരു ആള് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വിഷയത്തിന്റെ പേരിൽ സലാം മടക്കിയില്ലെങ്കിൽ പോലും അൽഹംദുലില്ലാഹ് അള്ളാഹു മലക്കുകളെ വിട്ട് അതിനെ മടക്കിപ്പിക്കുമെന്നാണ് ഹദീസിന്റെ. അത്രയും വലിയ നന്മയാണ് മാഷാ അല്ലാഹ് സുബ്ഹാനഹു വ തആല. പിന്നെ അതല്ല, ഈ സലാം അമുസ്ലിങ്ങളായ ആളുകളുണ്ടല്ലോ, അമുസ്ലിങ്ങളായ ആളുകളുടെ അടുത്ത് സലാം പറയുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബ് എന്താണ് ശരിക്കും വരുന്നത്? അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആദ്യം ജനിക്കുന്ന അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമ കൊടുക്കാൻ അവസരം കിട്ടിയില്ല എങ്കിൽ നമ്മൾ സാധാരണ അദ്ദേഹത്തെ ഇസ്ലാമായിട്ട് കണക്കാക്കാറില്ല. നമ്മളൊരു പക്ഷെ ഒരു മനുഷ്യനോട് സലാം പറയുന്നത് കൊണ്ട് പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എഴുതും. മാത്രമല്ല അദ്ദേഹം ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിന് നമ്മളുടെ പരിചയം കാരണം അദ്ദേഹം മടക്കിയെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫിഖിന്റെ കിതാബുകളിൽ കാണാം, അത് ജായിസാണ് എന്നുള്ളതാണ്. ഒരു ജൂതനായ ഒരു സംഭവം വരുന്നുണ്ടല്ലോ, അത് അസ്സാമു അല, അതെന്ത് സംഭവം? അസ്സാമു അലൈക്കും എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അത് എന്ന് പറഞ്ഞാൽ നബിതങ്ങളോട് എതിരായിട്ട്
നിങ്ങളുടെ മേൽ കാരുണ്യം ഉണ്ടാകാതെ രക്ഷ ഉണ്ടാകാൻ പാടില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് മരണം ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഒരു ജൂതൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിനെ വാലൈക്കും എന്ന് മടക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പരിപൂർണമായിട്ട് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ അതിനെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു നല്ല അൽഹംദുലില്ലാഹ് നമുക്ക് ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ വലിയൊരു ഉപദേശമാണ് ഉസ്താദ് തന്നത്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സന്ദേശം, കാരണം ഒരു വലിയൊരു ഇൽമാണ് കിട്ടിയത്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ 10 നന്മ. മറ്റൊരു സഹാബി വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അപ്പോൾ അദ്ദേഹത്തിന് 20 നന്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വേറെ സഹാബി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 30 നന്മ ലഭിച്ചു എന്നാണ്. അപ്പോൾ സലാമിൻ്റെ പരിപൂർണത ആ ഒരു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നിടത്താണ് നമുക്കെല്ലാം മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.